ഓക്കെ. ഒരു ചുരിദാറിൻ്റെ അളവെടുക്കുന്ന വിധം: ലെങ്ത് 35 35 ഇഞ്ച്. ഇനി ചെസ്റ്റ് വണ്ണം തയ്യത്തുമ്പ് കൂട്ടി 2/1 19 36 ഇഞ്ച് മൊത്തം ചെസ്റ്റ്. സ്ലീവ് ലെന്ത് 6.5. സ്ലീവ് ആം ഹോള് സ്ലീവ് ലെന്ത് 4.5 ഇഞ്ച്. വിധം തുണി 4ആയിട്ട് മടക്കിയിടുക, ഡിസൈൻ മുകളിലാക്കത്തക്ക വിധം. അതിൻ്റെ വണ്ണം 4/1 10.5 ഇഞ്ച്. കഴുത്തകലം 2.5. ഷോൾഡർ 6.5. വണ്ണം കുറഞ്ഞവരുടെയാണ്. കൈ ആം ഹോള് 6.5 ഇഞ്ച്. ഷേപ്പിന് ചെസ്റ്റ് 10.5. ഷേപ്പ് ചെയ്യുക, കൈക്കുഴി ഷേപ്പ് ചെയ്യുക. ഫ്രണ്ട് കഴുത്തിറക്കം 6.5 ഇഞ്ച്. ബാക്ക് കഴുത്തിറക്കം 4 ഇഞ്ച്. ഷേപ്പിനൊരു കൈക്കുഴിയുടെ താഴെ നിന്ന് 13 ഇഞ്ച് ഷേപ്പ് എടുക്കുക. നാലിലൊന്ന് 11 താഴെ വശത്ത് സ്ലിറ്റിൻ്റെ താഴെ ഷേപ്പ് വരയ്ക്കുക. കഴുത്തിൻ്റെ ഷേപ്പ് വരയ്ക്കുന്നു. ഷോൾഡറിന് താഴെ കൈക്കുഴിയുടെ ഒരു 1/2 ഇഞ്ച് താഴ്ത്തി വരച്ച ശേഷം ഷേപ്പ് ചെയ്യുക. ആദ്യം കഴുത്ത് വെട്ടിയെടുക്കുക. അതിനുശേഷം കൈക്കുഴി. ഇതാർക്കും ഇത്രയും പെട്ടെന്ന് പഠിക്കാവുന്ന ഒരു ചുരിദാർ ടോപ്പാണ്. വെട്ട് പഠിക്കാം. അതിനുശേഷം ബാക്ക് കഴുത്ത് വരയ്ക്കുക. 4 ഇഞ്ച് ഇറക്കം ബാക്ക്.
ഫ്രണ്ട് കൈക്കുഴി കുഴിച്ചു വെട്ടുക. ഫ്രണ്ട് പീസ്, ബാക്ക് പീസ്. ടോപ്പിന്റെ വേണ്ടിയുള്ള സ്ലീവ് വെട്ടുന്നതാണ്. 4 തുണി മടക്കിയിടുക. വണ്ണത്തിന്റെ 4/1 എടുക്കുക. കൈക്കുഴി 6.5 ആവുമ്പോൾ ചെസ്റ്റ് വണ്ണം 7.5 ഇഞ്ച്. 4/1 7.5. 7.5 ഇഞ്ച് വണ്ണം. 4 തുണി മടക്കിയിട്ട് ടോപ്പിന്റെ സ്ലീവ് വെട്ടുന്ന വിധം തുണി 4 മടക്കിയിടുക. 4/1 ഭാഗം 7.5 ഇഞ്ച്. അതിന്റെ ഇറക്കം ഇഷ്ടത്തിന് എടുക്കുക. കൈ സ്ലീവ് ആർക്ക് എത്ര ഇറക്കം എന്നുള്ളത് ഒരു 6.5 ഇഞ്ച് ഇറക്കം ലെങ്ത്. കൈയുടെ ഒരു ഭാഗത്തു നിന്ന് ഓപ്പണായ വശത്തു നിന്ന് 3.5 ഇഞ്ച് താത്തി ഷേപ്പ് ചെയ്യാൻ. സ്ലീവ് വെട്ടുന്ന വിധം ഇങ്ങനെയാണ്. ആർക്കും വേഗം വെട്ടിപ്പടിക്കാം. ഫ്രണ്ട് കൈ കുഴിച്ചു വെട്ടുക. ഫ്രണ്ട് കൈക്കുഴി അറിയുന്നതിൻ്റെ ഒരു കട്ടിങ് ചെയ്യുക. അത്രേ ഉള്ളൂ. ഇനി അടുത്ത ലൈനിങ് വെച്ച് ചുരിദാറിന് വേണ്ട ലൈനിങ് തുണിയാണ് കോട്ടൺ തുണി 2 മീറ്റർ. അതും 4 മടക്കിയിടുക. 4 പീസ്. ഒരു വശം ഓപ്പൺ, ഒരു വശം ഫോൾഡ് ആയിട്ടുള്ളത്. വെട്ടിയ പീസ് ഇതിന്റെ പുറമെ വെക്കുക. കറക്റ്റായിട്ട് വെക്കണം. കറക്റ്റ് ചെയ്യണേ. ബാക്ക് പീസ് വേണം ലൈനിങ്ങിന് വെച്ച് വെട്ടാനായിട്ട് എടുക്കുക. കാരണം ഫ്രണ്ട് പീസ് കൈ കുഴിച്ച് വെട്ടിയിരിക്കും. ബാക്ക് പീസ് അധികം കൈ കുഴിച്ച് വെട്ടത്തില്ല. സ്വല്പം അകത്തെ ലൈനിങ് തുണിയുടെ ഇറക്കം സ്വല്പം 1 ഇഞ്ച് കുറവായിരിക്കണം. ഇതുപോലെ
ഇത്ര ഇറക്കം ഒരു ഇഞ്ച് കുറച്ച് വേണം ലൈനിങ് അകത്ത് ലെങ്ത് വെട്ടാൻ. വെച്ചിട്ട് കട്ട് ചെയ്യുക. കഴുത്ത് ഇങ്ങനെ ഈ വിധം വേണം വെട്ടാൻ. പതുക്കെ കൈക്കുഴിയിലൂടെ വെട്ടിയെടുക്കുക. ഇത് ഫ്രണ്ട് പീസിന്റെ ലൈനിങ്. ഇത് ബാക്ക് പീസിന് വേണ്ടി. ബാക്ക് പീസ് അടിയിൽ ടോപ്പിന്റെ താഴെ ലൈനിങ് ഇട്ട് കഴുത്ത് ഇതുവഴി ഇങ്ങനെ തയ്ച്ച് എടുക്കാവുന്നതാണ്. സ്ലീവ് ലൈനിങ് ഇടുന്ന വിധം 2 പീസുകൾ തമ്മിൽ ഇട്ടിട്ട് ഒരു സ്ലീവ് വെച്ച് വെട്ടാവുന്നതാണ്. വളരെ സിമ്പിളായുള്ള കട്ടിംഗ് ആണ്. ഫ്രണ്ട് കൈക്കുഴി അടയാളപ്പെടുത്തുക. ഉണ്ടോ? ചുരിദാർ കട്ടിംഗ് റെഡി. ചുരിദാറിന്റെ ഇത് ലൈനിങ് ആണ്. ഇതതിൻ്റെ നല്ല പീസ് മുകൾ ഭാഗം. മുകൾ ഭാഗം ബാക്ക് പീസിന്റെ ലൈനിങ് ഇതാണ്. ബാക്ക് പീസിന്റെ മുകൾ ഭാഗം നല്ല വശം. ചുരിദാറിന്റെ സ്ലീവ് അതായത് കൈ വെട്ടിയത്. ഇതിന്റെ ലൈനിങ്, സ്ലീവിന്റെ ലൈനിങ്